ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൈത്തന്റെ ഇൻഡന്റേഷൻ ആണ്. അപ്പോൾ ഇൻഡന്റേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ സ്ട്രിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടോ മൂന്നോ നാലോ വീഡിയോസ് ഉണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്ട്രിങ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. അതിൽ A to Z കാര്യങ്ങൾ മാക്സിമം പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. വേർഡ് നമുക്ക് എന്താ വേർഡ് എന്ന് അറിയാം, നമുക്ക് എന്താ സെന്റൻസ് എന്ന് അറിയാം, നമ്മൾ നോർമലി എഴുതുന്നതാണ് ആ സംഭവം തന്നെ. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, ദാറ്റ്സ് ഓൾ. സ്ട്രിങ് ഈസി അല്ലേ? അപ്പോൾ സ്ട്രിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തത് ജസ്റ്റ് വേരിയബിൾ. ഈ എക്സാമ്പിൾ അറിയുന്നത് ഒരു വേരിയബിൾ ആണ്, വേരിയബിളിന്റെ നെയിം ആണ്. അതിലോട്ട് അസൈൻ ഒരു സ്ട്രിങ് അസൈൻ ചെയ്തു. സ്ട്രിങ്ങിനെ ഞാൻ ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ മൈ പാഷൻ എന്ന് കൊടുത്തു. ഇനി നമുക്ക് സ്ട്രിങ് ആക്ച്വലി ഇത്രയും ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ സ്ട്രിങ് ആഡ് ചെയ്യണം. നമ്മൾ ഫസ്റ്റിൽ വേരിയബിൾ അസൈൻ ഡാറ്റ എസ് ടി ആർ കൊടുത്തിട്ട് കാസ്റ്റിംഗ് STR വെച്ചിട്ട് നമുക്ക് ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ വാല്യൂ ആഡ് ചെയ്യുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആക്ച്വലി നമുക്ക് സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കാം, ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിക്കാം. ഇവിടെ ജസ്റ്റ് ഹലോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു എക്സാമ്പിൾ, നമ്മൾ നെയിം അസൈൻ ജോൺ അങ്ങനെ പറയുമ്പോൾ എന്താ ആക്ച്വലി എന്താ നമ്മുടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിളിലോട്ട് നമ്മൾ ജോൺ എന്ന സ്ട്രിങ്ങിന് അസൈൻ ചെയ്യണം. അപ്പൊ എന്ന് വെച്ചാൽ അസൈൻ ചെയ്യണം, അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ജസ്റ്റ് പറഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് നെയിം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നെയിം എന്ന വേരിയബിളിലുള്ള ഡാറ്റ നമ്മൾ പ്രിന്റ് ഔട്ട്പുട്ട് വ്യൂ ചെയ്യാൻ കാണാൻ വേണ്ടി നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മൾ സ്ട്രിങ്ങിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഫിയർ ഓഫ് ഫ്യൂച്ചർ കംസ് വെൻ ദർ ഇസ് നോ എഫേർട്ട് ഇൻ ദ പ്രസന്റ്. കോട്ട് എന്തായാലും ജസ്റ്റ് മെൻഷൻ ചെയ്താണ്. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മളിപ്പോ എന്താ പറഞ്ഞേ, ഡബിൾ കൊട്ടേഷനും സിംഗിൾ കൊട്ടേഷനും കൊടുക്കാം. ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിന്റെ എൻഡിൽ ഡബിൾ കൊട്ടേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിന് ഇടയിൽ ശ്രദ്ധിച്ച ഒരു എഫേർട്ടിന് ഞാനൊന്ന് ഡബിൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. നോർമലി നമ്മൾ എഴുതുമ്പോൾ ഹൈലൈറ്റ് ചെയ്യില്ല, എന്തെങ്കിലുമൊക്കെ ബോൾഡ് ആക്കുക, ഞാൻ ഡബിൾ കൊട്ടേഷൻ കൊടുത്തു. പക്ഷെ ഇവിടെ പൈത്തണിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്താ വെച്ചാല് അപ്പൊ അതിന് എന്താ പറഞ്ഞത്, സ്റ്റാർട്ടിങ് എൻഡിങ് ഡബിൾ കൊട്ടേഷൻ അല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ലൈൻ ഒന്ന് വായിച്ചു നോക്കുകയാണ്, ഈ സെന്റൻസ്. ഈ ഫിയർ തുടങ്ങിയിട്ട് ഈ നോ കഴിഞ്ഞൊരു സ്പേസ് കഴിഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ വരുമ്പോ ഇതിൽ ക്ലോസിങ് ഇല്ല. ജസ്റ്റ് ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അത് നമ്മൾ നോർമലി നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഈ മാനിന്റെ മൗസ് പോയിന്റർ നോക്കുകയാണ് ഇങ്ങനെയാണ് വരിക. പക്ഷെ നമ്മൾ ലാംഗ്വേജിൽ എഴുതുമ്പോൾ അത് ഈ ഒരു ടൈപ്പ് രണ്ടും ഡിഫറെന്റ് ആണ്. ഒന്നിങ്ങനെ നമുക്ക് എന്താ പറയാ, അത് ചെരിഞ്ഞു വരുന്ന രൂപത്തിലാണ്, പക്ഷെ ഇത് നമുക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് നമുക്ക് ലാംഗ്വേജിൽ ശരിക്കും എഴുതുമ്പോൾ വരല്, ഈ ഫിയർ ഓഫ് കോഡിന് മുന്നിലുള്ള ഡബിൾ കൊട്ടേഷൻ. ഇതുപോലെ തന്നെയാണ് ഇവിടെ എഫേർട്ടിന്റെ മുന്നിൽ. അപ്പൊ പൈത്തൺ എന്താ മനസ്സിലാക്കണോ, ഇത് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. മൗസ് പോയിന്റർ നോക്കണേ. അതിനുശേഷം എഫേർട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഡബിൾ കൊട്ടേഷൻ ഇല്ലേ, അവിടെ തുടങ്ങി പ്രസന്റ് കഴിഞ്ഞ് അവസാനിച്ചു. ആക്ച്വലി നമ്മൾ എന്താ എഴുതി, ഫിയറിൽ തുടങ്ങി പ്രസന്റിൽ അവസാനിക്കുന്നു, അതിന്റെ ഇടയിൽ ഡബിൾ കൊട്ടേഷൻ കൊടുത്തു. പൈത്തൺ അത് മനസ്സിലാവില്ല അങ്ങനെ കൊടുത്താൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഡബിൾ കൊട്ടേഷനുള്ളിൽ വീണ്ടും ഡബിൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ്. ഇതിന് പൈത്തണിന്റെ സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് രണ്ടാമത്തെ നോക്കുകയാണ്, സെയിം തന്നെ. അതില് ഞാൻ ആ എഫേർട്ടിന്റെ ഡബിൾ കൊട്ടേഷന് മുന്നിൽ ഒരു ബാക്ക് സ്ലാഷ് കൊടുത്തിരുന്നു. അതേമാതിരി ക്ലോസ് ചെയ്യുന്ന സമയത്തും ബാക്ക് സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പിംഗ് ക്യാരക്ടർ ആണ്. അപ്പൊ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എസ്കേപ്പിംഗ് ക്യാരക്ടർ എത്രത്തോളം സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഡീറ്റെയിൽഡ് നമ്മൾ പിന്നെ സംസാരിക്കാം. എസ്കേപ്പിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണോട് നമ്മൾ പറയണം, അതിനുശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയാ ഓവറായി ഫോക്കസ് ചെയ്യേണ്ട, അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, അതിനെ എസ്കേപ്പ് ചെയ്താളിന്. എസ്കേപ്പ് ചെയ്യുന്ന സെയിം എസ്കേപ്പ് ചെയ്താളിന്. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ പൈത്തൺ പ്രിന്റ് ചെയ്യും. നമുക്ക് ഇത് ചെയ്ത് കാണിച്ചു തരാം. പൈത്തൺ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ പ്രിന്റ് അങ്ങനെ ഈ ഫസ്റ്റിൽ എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ആ സംഭവം അവിടെ പ്രിന്റ് ചെയ്ത് തരും. ഈ രണ്ടാമത്തിൽ കൊടുത്തിട്ട് ബാക്ക് സ്ലാഷ് കൊടുത്താൽ ബാക്ക് സ്ലാഷ് പ്രിന്റ് ചെയ്യൂല, പക്ഷെ ഫസ്റ്റത്തെ ആൻസർ ഉണ്ടല്ലോ, ആ ഫിയർ ഓഫ് ഫ്യൂച്ചർ കം വെൻ ദർ ഈസ് നോ ഡബിൾ കോഡിലെ എഫേർട്ട് ഫസ്റ്റത്തത്, അത് നമ്മൾ പ്രിന്റ് ചെയ്ത് തരും. അതാണ് ബാക്ക് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം. ഇനി വേറെ രണ്ട് ഓപ്ഷൻസ് നമുക്കുണ്ട്. എങ്ങനെ വെച്ചാല് ആ മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ, മൂന്നാമത്തില് ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ കൊട്ടേഷനിൽ എൻഡ് ചെയ്തപ്പോ എഫേർട്ടിന് ഞാൻ സിംഗിൾ കൊട്ടേഷനാണ് കൊടുത്തത്. അത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പൈത്തന് കൺഫ്യൂഷൻ ഇല്ല. അതെന്താ, ഈ ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത ഡബിൾ കൊട്ടേഷനിൽ തന്നെ എൻഡ് ചെയ്യണം, സിംഗിൾ കൊട്ടേഷനിൽ എൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതിവിടെ എൻഡ് ആയില്ല, ഇതിവിടെ കൺസിഡർ ചെയ്യാതെ ഡബിൾ കൊട്ടേഷൻ തെരഞ്ഞു പോയിട്ട് ഇവിടെ എൻഡ് ചെയ്യും. അപ്പൊ ഈ എഫേർട്ടിന് അതുപോലെ പ്രിന്റ് ചെയ്യും, കൺഫ്യൂഷൻ ഇല്ല. ഇനി നാലാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ, ഞാൻ സിംഗിൾ കൊട്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എഫേർട്ടിന് ഡബിൾ കൊട്ടേഷനിൽ അങ്ങോട്ട് ആഡ് ചെയ്ത ആ എൻഡിങ്ങിൽ സിംഗിൾ കൊട്ടേഷൻ കൊടുക്കുക. ആക്ച്വലി നമുക്കിപ്പോ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ഈ ഒരു സെന്റൻസ് എഴുതാനുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ബെസ്റ്റ്. കാരണം എന്താ, ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന ഡബിൾ കൊട്ടേഷൻ ആയാലും സിംഗിൾ കൊട്ടേഷൻ ആയാലും അത് എവിടെയും കാണാൻ പോകുന്നില്ല, നമുക്ക് ആ സെന്റൻസ് മാത്രമേ തരുള്ളൂ.
പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള എഫേർട്ട് ഉണ്ടല്ലോ ഡബിൾ കൊട്ടേഷൻ അത് അതുപോലെ പ്രിന്റ് ചെയ്ത് തരും. അപ്പൊ ഈ ലാസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആഡ് ചെയ്യാം. ബാക്ക് സ്ലാഷും വേണ്ട, ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പൊ ഇത്ര ആലോചിച്ചാൽ നിങ്ങൾ സിംഗിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത എൻഡിങ് സിംഗിൾ കൊട്ടേഷനിലാണ്, ഡബിൾ കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡിങ് ഡബിൾ കൊട്ടേഷനിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള കൊട്ടേഷൻ മാർക്ക് കൊടുക്കുക. ഡബിൾ കൊട്ടേഷൻ ആണെങ്കിൽ സിംഗിൾ കൊട്ടേഷൻ കൊടുക്കുക, സിംഗിൾ കൊട്ടേഷൻ ആണെങ്കിൽ ഡബിൾ കൊട്ടേഷൻ കൊടുക്കുക. ആ ലാസ്റ്റത്തെ രണ്ടും ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇനി ഇപ്പൊ നമ്മൾ എഴുതിയ എന്താ, ഫിയർ ഓഫ് ഫ്യൂച്ചർ കംസ് വെൻ ദർ ഇസ് നോ എഫേർട്ട് ഇൻ പ്രസന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇത് ഞാൻ ഒറ്റ ലൈനിലാണ് എഴുതിയത്. എനിക്കത് മൾട്ടിപ്പിൾ ലൈനിൽ അടിയിലോട്ട് എഴുതണം. ഓക്കെ, അപ്പൊ മൾട്ടി ലൈൻ സ്ട്രിംഗ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ സിംഗിൾ ലൈനിലാണ് സ്ട്രിംഗ് എഴുതിയത്, മൾട്ടി ലൈൻ സ്ട്രിംഗ് ഇതൊക്കെ തിയറിയാണ്, ഇന്റർവ്യൂ ചോദിക്കാവുന്നതാണ്. മൾട്ടി ലൈൻ സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മൾട്ടിപ്പിൾ ലൈൻ 1, 2, 3 അടിയിലായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഒന്നെങ്കിൽ സിംഗിൾ കൊട്ടേഷൻ അല്ല ഡബിൾ കൊട്ടേഷൻ. ഇപ്പൊ നമുക്ക് ഡബിൾ കൊട്ടേഷൻ എടുക്കാം. ഇവിടെ കേസിൽ ഇവിടെ ഞാൻ ഡബിൾ കൊട്ടേഷനിലെ കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇത് റോങ് ആണ്. നമുക്ക് ഇങ്ങനെ മൾട്ടി ലൈൻ സ്ട്രിംഗ് ചെയ്തത് സിംഗിൾ കൊട്ടേഷൻ പോരാ, 3 വട്ടം എഴുതണം. ഇപ്പൊ നോക്കാണ്, രണ്ടാമത്തെ നോക്കാണ്, ഞാൻ ഡബിൾ കൊട്ടേഷൻ 3 ടൈംസ് എഴുതിയിട്ടുണ്ട്. അതേപോലെ അതിന്റെ ക്ലോസിങ്ങും ഡബിൾ കൊട്ടേഷൻ 3 ടൈംസ് എഴുതിയിട്ടുണ്ട്. ഇതിന് വേറൊരു പേരുണ്ട്, ഡോക് സ്ട്രിങ്. ഈ ഡോക് സ്ട്രിങ് തന്നെ ഡോക്ക് അല്ല, ഡോക്യുമെന്റ്. അപ്പൊ ആക്ച്വലി എന്താ വെച്ചാല് നമ്മളിപ്പോ ഈ കുറെ കോഡൊക്കെ എഴുതും, 1000 ലൈൻ ഓഫ് കോഡൊക്കെ എഴുതും, ഒരു ഫംഗ്ഷൻസും ക്ലാസ് ഒക്കെ എഴുതും, നിങ്ങൾ പഠിക്കും ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോയില്. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതെന്താണ് വേറൊരാൾക്ക് മനസ്സിലാവാനൊക്കെ നമ്മൾ എഴുതും. ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി ഇപ്പൊ യൂസറിന്, ഗസ്റ്റിന്, അത് ഹാൻഡിൽ ചെയ്യുന്ന എംപ്ലോയീസ്, അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി ഓരോ ലൈൻ എഴുതുന്നത് ഭയങ്കര ബോറായിട്ട് വരും കമന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലൈൻ ഉപയോഗിച്ചാണ് നമുക്ക് മൾട്ടിപ്പിൾ ലൈൻ അടിയിലോട്ട് എഴുതി കൊണ്ടുവരാം. അപ്പൊ ഡോക് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഡോക്യുമെന്റിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഡോക് സ്ട്രിംഗ്. ഓക്കെ, അപ്പോൾ 3 ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ ക്ലോസ് ചെയ്യണം. നോർമലി സിംഗിൾ ആണ്, ഒറ്റ ലൈനിലാണെങ്കിൽ ഒറ്റ കൊട്ടേഷൻ മതി. ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈൻ എഴുതണമെങ്കിൽ 3 കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് 3 കൊട്ടേഷൻ മാർക്കിൽ ക്ലോസ് ചെയ്യണം. ഇപ്പൊ ഡബിളിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ സിംഗിളിൽ എങ്ങനെ നോക്കുക, സെയിം ആണ്. സിംഗിൾ കൊട്ടേഷൻ മാർക്ക് 3 എണ്ണം, 1, 2, 3 ഓപ്പൺ ചെയ്തു. സിംഗിൾ കൊട്ടേഷൻ മാർക്ക് 3 എൻഡ് ചെയ്തു. ഇപ്പൊ സിമ്പിൾ ആയില്ലേ? ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഓൺലൈൻ കമ്പൈലർ സെർച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ്സ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഉള്ളതൊക്കെ ബാക്ക് സ്പേസ് അടിച്ച് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെയിം ജോൺ എന്ന് പ്രിന്റ് ചെയ്തു. അതിനുശേഷം നെയിം, ഓക്കെ, ഇത് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇപ്പൊ നെയിം പ്രിന്റ് ചെയ്യാണ്. നമുക്കിവിടെ ജോൺ വന്നു. ഈ സെയിം സംഭവം തന്നെ ഞാൻ സിംഗിൾ കൊട്ടേഷനിലാക്കി. സിംഗിൾ കൊട്ടേഷനിൽ കൊടുക്കുമ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെ വന്നു. പക്ഷേ സിംഗിൾ ആയാലും ഡബിൾ ആയാലും നമുക്ക് സെയിം ആണ്, പ്രോബ്ലം ഇല്ല. ഇനി ഞാൻ ഇതിന്റെ ടൈപ്പ് കാണിച്ചു തരാം. നമുക്കറിയാലോ ഡാറ്റ ടൈപ്പ് നോക്കണം, നമ്മൾ വേരിയബിൾ അസൈൻ ടൈപ്പ് ഡാറ്റ എന്ന ആ ഒരു രീതി. അപ്പൊ നമ്മൾ ടൈപ്പ് നോക്കുകയാണ്. നെയിമിന്റെ ടൈപ്പ് എന്താ, str ആണ് സ്ട്രിങ്. ഇനി അതിന് ഡബിൾ കൊട്ടേഷൻ കൊടുക്കണം. str സെയിം ആണ്, രണ്ടും ഒരേ മീനിങ് ആണ്. ഇനി നമുക്ക് ഈ ഒരു സംഭവം നോക്കാം. നമുക്ക് ആദ്യം പ്രിന്റ്, നമ്മൾ കോട്ട് പ്രിന്റ് ചെയ്ത ശേഷം ടൈപ്പ് പ്രിന്റ് ചെയ്യും. എറർ അടിച്ച് ഈ ഒരു സിൻടാക്സ്, ഇൻവാലിഡ് സിൻടാക്സ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയൂല. കാരണം ഇവിടെ പൈത്തൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്തു. ആക്ച്വലി ഇത് ഇങ്ങനെയാണ് പൈത്തൺ കൺസിഡർ ഇതൊന്ന് എഫേർട്ട് ഒന്ന്, ഇതൊന്ന്, ഇങ്ങനെയാണ് ഇതിനെ പൈത്തൺ കൺസിഡർ ചെയ്യുന്നത്. വേറെ ആയിട്ട് മാറും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നാക്കാം. അതിന് നമ്മൾ ഓൾറെഡി കുറച്ച് ട്രിക്സ് പഠിച്ചു. എന്ത് ചെയ്യും,
ബാക്ക് / കൊടുക്കുന്നു. അതിന്റെ കളറിന്റെ മാറേണ്ടി ഞങ്ങൾ ബാക്ക് / കൊടുക്കുന്നു. അതിന് ശേഷമുള്ളതിന് അവർ എസ്കേപ്പ് ചെയ്യും. കണ്ടില്ലേ? ആ ഡാറ്റ എങ്ങനെ നമുക്ക് വേണ്ടത്? then there is no effort in the present. അതിന്റെ ടൈപ്പ് എന്താ? സ്ട്രിങ്. ഇതൊരു മെത്തേഡ്. ഇനി നമുക്ക് എന്താ മെത്തേഡ് പറഞ്ഞത്? ഇത് രണ്ടുമാണ് മാറ്റിയിട്ട് സിംഗിൾ കോഡിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ എഫേർട്ട് അടിച്ചു, റൺ ചെയ്തു, സോറി. ഇപ്പൊ എന്താ ചെയ്യുക? ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് ഡബിൾ കൊട്ടേഷൻ എൻഡ് ചെയ്തു. ഇവിടെ സിംഗിൾ കൊട്ടേഷൻ കൊടുത്തു, ഇവിടെ സിംഗിൾ കൊട്ടേഷൻ കൊടുത്തു. പ്രശ്നമില്ല. ഇനി അതുപോലെ തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? സിംഗിൾ കൊട്ടേഷൻ കൊടുത്തു, ഇവിടെ സിംഗിൾ കൊട്ടേഷൻ കൊടുത്തു, ഇവിടെ സിംഗിൾ കൊട്ടേഷൻ. ഈ സമയത്ത് എറർ അടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ കൊട്ടേഷനിൽ ഇവിടെ എൻഡ് ചെയ്തു, നമ്മൾ സിംഗിൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഡബിൾ കൊട്ടേഷൻ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് കൊടുക്കണം. ഈ സമയത്ത് റൺ ചെയ്ത് നോക്കണേ, കറക്റ്റ് അടിച്ചു. ഇനി നമുക്ക് മൾട്ടി ലൈൻ സ്ട്രിങ്, സോറി ഗൈസ്, നമുക്ക് മൾട്ടി ലൈൻ സ്ട്രിങ് എടുക്കാം. ഈ സമയത്ത് ഇപ്പൊ അത് എടുക്കണ്ട, ഞാൻ ഇവിടെ തന്നെ പറയാം. ഇവിടെ നീ എൻ്റർ അടിച്ചു, കണ്ട എറർ വന്നില്ലേ? ഇതന്നെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി ഇങ്ങനെ അതിൽ ഒപ്പാക്കി കൊടുക്കാം. ഇപ്പൊ എന്താണ്ടായി? ഇത് നേരെ ഇതിപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ അടിച്ചു കഴിഞ്ഞാൽ എറർ അടിക്കും. അൺഡിറ്റർമൈൻഡ് സ്ട്രിങ് ഇറ്ററൻ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് സ്ട്രിങ് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല. സ്ട്രിങ് നമുക്ക് മൾട്ടി ലൈൻ, ഇത് ഒറ്റ ലൈനല്ലോ, ഒന്നിലധികം ലൈനല്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ ഈ സിംഗിൾ കോട്ടിന്റെ അടക്കം 3 എണ്ണം തരികയാണ്. 3 സിംഗിൾ കോട്ട്. ഇപ്പൊ അതിന്റെ കളറിന് പറയുകയാണെങ്കിൽ 3 സിംഗിൾ കോട്ട് കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്യുക. അപ്പൊ കറക്റ്റ് വന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ ഒരു രീതിക്ക് വന്നാണ്ട് നിങ്ങള് ഈ ഒരു രീതി കൊടുത്തു നോക്കുക എന്താണ്ടാവും. ആക്ച്വലി നമ്മൾ ഇവിടെ കൊടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് ആ ഡാറ്റ അതുപോലെ പ്രിന്റ് ചെയ്യും. ഇനിയിപ്പോ ഞാൻ ഇതിന് എന്ത് ചെയ്തു? ഡബിൾ കോട്ട് 3 എണ്ണം കൊടുത്തു, ഡബിൾ കോട്ടേഷൻ 3 എണ്ണം കൊടുത്തു. ഇവിടെ എറർ വരൂല, കാരണം ഇവിടെ 3 കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് 3 കൊട്ടേഷനിലാണ് എൻഡ് ചെയ്തത്. അപ്പൊ പിന്നെ സിംഗിളിന് ആ ഒരു ഇഷ്യൂ വരുന്നില്ല, കൺഫ്യൂഷൻ വരൂല. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ 3 എണ്ണം കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ അത് എൻഡായി ഓപ്പൺ ആയി, കണ്ടില്ലേ? അപ്പൊ നമുക്ക് തൽക്കാലം ഇത് ഡബിൾ കോട്ടേഷനിൽ കൊടുക്കുന്നത്, ഇത് സിംഗിൾ കോട്ടേഷനിൽ കൊടുക്കുന്നത്. അതാണ് മൾട്ടി ലൈൻ സ്ട്രിങ്, ഡോഗ് സ്ട്രിങ്. ഇത് നമ്മൾ ഒരു ഫംഗ്ഷൻ ചെയ്ത സമയത്തൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ എഴുതി പോകും, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനും വേണ്ടി. ഓക്കെ, അപ്പൊ ഈ വീഡിയോ വളരെ സിമ്പിൾ ആയിരുന്നു, വളരെ ഷോർട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഡെപ്ത് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കുറച്ചൊക്കെ വീഡിയോസ് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു എന്താ പറയാ കോൺഫിഡൻസ് കൂടി, പിന്നെ നമുക്ക് വലിയ വലിയ കാര്യങ്ങളോട് ചെയ്തു പോകാൻ കഴിയും. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, സീ യു.